എൻ്റെ പേര് സുധീഷ്. എൻ്റെ സ്ഥാപനത്തിന്റെ പേര് ശ്രീ ദുർഗ എഞ്ചിനീയറിംഗ് വർക്ക്സ്. നെല്ലങ്കരയാണ് സ്ഥലം. നെല്ലങ്കര എന്ന് പറയുമ്പോൾ തൃശ്ശൂരിന്ന് മണ്ണുത്തി റോട്ടില് നെല്ലങ്കര എന്ന് പറഞ്ഞ സ്ഥലം 3 കിലോമീറ്റർ തൃശ്ശൂരിന്ന്. എൻ്റെ സ്ഥാപനത്തില് വർക്ക് ചെയ്യുന്നത് ട്രസ് വർക്ക്, ഗേറ്റ്, ഗ്രില്ല്, സ്റ്റെയിൻലെസ് സ്റ്റീല്, ഹാൻഡ് റെയിലിന്റെ വർക്കുകള്, ട്രസ് വർക്ക്, ഷട്ടർ, ഇത്രയും വർക്കുകളാണ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. ഈ മേഖല തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ജോബിനോട് നമുക്ക് ഭയങ്കര താല്പര്യമാണ്. ഈ സംഭവത്തിനോട് ഗേറ്റ്, ഗ്രില്ല് അങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കാനും ആ ഇലക്ട്രിക് വെൽഡിങ്ങിനോട് എനിക്ക് താല്പര്യം ആയതുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് ഞാൻ വരാൻ കാരണം. അന്ന് പണ്ട് കാലത്തൊന്നും ഇത്രയും സ്ക്വയർ പൈപ്പിന്റെ വർക്കുകളല്ലായിരുന്നു. ആംഗ്ലർ, കമ്പി പൈപ്പ് അങ്ങനെയൊക്കെ ഇട്ടിട്ട് നമ്മള് വളച്ച് ഓരോ ഡിസൈനുകൾ വളച്ചുണ്ടാക്കുന്ന ഗേറ്റുകളും ഗ്രില്ലുകളായിരുന്നു. നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നി. അങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. സൈറ്റ് വിസിറ്റ് ചെയ്യും. സൈറ്റ് വിസിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സൈറ്റുകൾ പല ഇതുകളായിരിക്കുമല്ലോ. ഒരു ഫ്ലാറ്റ് ആയിട്ട് സ്ഥലമായിരിക്കും, ഇത്തിരി കയറി ഇറങ്ങി നിൽക്കുന്ന സ്ഥലമായിരിക്കും. അപ്പൊ ആ സൈറ്റ് നോക്കി അത് കണ്ടിട്ടാണ് നമ്മൾ അതിന് റേറ്റ് തീരുമാനിക്കുക. നമ്മള് അതിന്റെ ഒരു കനത്തിനനുസരിച്ച് 18 കേജ്, 16 കേജ് അങ്ങനെയുള്ള ഒരു കനത്തിന് നോക്കിയിട്ടാണ് നമ്മള് ഷീറ്റിന്റെ കനം, പെയിന്റ് അടിക്കുന്ന അപ്പോക്സി പ്രൈമർ, അപ്പോക്സി പെയിന്റ് അങ്ങനെയൊക്കെ നോക്കി അതിനുള്ള കസ്റ്റമറും തമ്മിൽ നമ്മൾ സംസാരിച്ചതിന് ശേഷമാണ് റേറ്റ് ഇടുക. ചില ആളുകൾക്ക് നമ്മൾ താഴ്ന്ന സാധനം ചെയ്യണില്ല. ആ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ ഈ കാണുന്ന പൈപ്പുകൾ തന്നെ നമുക്ക് ഒരു 16 കേജ് ഉണ്ട്, 18 കേജ് ഉണ്ട്, 14 കേജ് ഉണ്ട്. അപ്പോ ഗേജ് കൂടും തോറും നമ്മൾ ആ പൈസ അതിന് മാറ്റം വരും. ഇപ്പൊ നമ്മൾ ഇടുന്നത് ഇതൊക്കെ ഇട്ടുള്ളത് 4ക്ക് 2 പൈപ്പുകളാണ്, 3ക്ക് 1.5 പൈപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോ അതിനുള്ള റേറ്റ് കുറയും കൂടിയും അങ്ങനെ നിൽക്കും. ഗേറ്റ് ഇപ്പോഴും നമ്മളിപ്പോ കൂടുതൽ സ്ക്വയർ പൈപ്പ്, സ്ക്വയർ ട്യൂബ് അങ്ങനെയുള്ള പൈപ്പുകളുള്ള ഗേറ്റ് കൂടുതൽ ആൾക്കാർ ആവശ്യപ്പെടുന്നത്. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നത് ആംഗ്ലർ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കാണ് ഗേറ്റിന് ലാസ്റ്റ് ചെയ്യുക. സ്ക്വയർ പൈപ്പ് ലാസ്റ്റ് ചെയ്യില്ല എന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് അതിന് മെയിൻ്റെനൻസ് കൂടുതലാണ്. പെയിന്റ് നമുക്ക് ഒരു കൊല്ലത്തിൽ പെയിന്റ് അടിക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്യണം. ലാസ്റ്റ് ചെയ്യുന്നത് ആംഗ്ലറും നമ്മൾ ഭംഗിയും കാണാനായിട്ടുള്ള ഒരു ഭംഗി ഈ സ്ക്വയർ ട്യൂബ് വെച്ചിട്ടുള്ള സംഭവത്തിലാണ്. കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു വീട്ടില് നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ കസ്റ്റമറായിട്ട് നമ്മളൊരു നല്ലൊരു ബന്ധം നിലനിർത്തുന്നുണ്ട്. ആ കസ്റ്റമർ മുഖാന്തരം അവരുടെ റിലേറ്റീവ് ആയാലും ശരി, നമ്മൾ അവരെ അയൽവക്കാരായാലും ശരി, ആ രീതിയിൽ ഈ കസ്റ്റമറുടെ ഇതുപോലെയാണ് നമുക്ക് വർക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മെയിനായിട്ട് ഈ ട്രസ് വർക്ക്, ഗേറ്റ്, ഗ്രില്ല് ഇതാണ്. അതിനോട് കൂടിയിട്ട് നമ്മള് ഇപ്പോ കൺസ്ട്രക്ഷൻ വർക്കിലേക്ക് കടന്നുണ്ട്. അപ്പൊ നമ്മള് വീട് പണി, വീടിന്റെ മെയിൻ്റെനൻസുകള് അങ്ങനെയുള്ള വർക്കുകളും കൂടി ഇപ്പൊ നമ്മള് ചെയ്യാണ്. ഒരു 1.5 വർഷമായിട്ട് നമ്മൾ ആ ഫീൽഡും കൂടി ചെയ്യാം. സ്റ്റാർട്ടിങ് കൂടെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കും. മറ്റേ മെയിൻ്റെനൻസ് ആയാലും നമ്മൾ ചെയ്തു കൊടുക്കും. അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുള്ള് ഫിനിഷ് ചെയ്ത് കൊടുക്കും. അത് നമ്മൾക്ക് ഇപ്പോ വീടിന്റെ വലുപ്പം അനുസരിച്ച് നമ്മൾ ആ സമയത്തിന് കാലാവധി നമ്മൾ സമയം കൊടുക്കും. ചേഞ്ചസ് വന്നിട്ടായിരുന്നു. ഞാൻ വരുന്ന കാലഘട്ടത്തില് ഈ സ്ക്വയർ ട്യൂബ് എന്ന് പറഞ്ഞ സംഭവം അധികം ഉണ്ടായിരുന്നില്ല. റൗണ്ട് പൈപ്പുകളും ഈ നമ്മുടെ ആംഗ്ലർ, പട്ട, സ്ക്വയർ കമ്പി, റൗണ്ട് കമ്പി അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു. ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഓരോ മാറ്റങ്ങളിലേക്ക് വന്നത്. പൈപ്പ് ട്യൂബായി അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നതാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ നമ്മള് വർക്ക് നടക്കുന്നത് അത്താണി, കുറാഞ്ചേരി, കുറ്റിയാങ്കാവ്, അയ്യന്തോള്, മറ്റേ അങ്കമാലി, വടക്കാഞ്ചേരി, വടുക്കുംചേരി, ആ രീതിയിലേക്കാണ് നമ്മുടെ വർക്കുകൾ. നമ്മളിപ്പോ തൃശ്ശൂരിൽ നിന്ന് മാത്രമല്ല, നമ്മൾ എവിടെയായാലും നമ്മൾ വർക്ക് കിട്ടിയാൽ നമ്മൾ എടുക്കും. സോഷ്യൽ രംഗത്തുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഈ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നെല്ലങ്കര മുക്കാട്ടേരി യൂണിറ്റിന്റെ പ്രസിഡന്റാണ് ഞാൻ. അപ്പൊ നമ്മള് ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ നടക്കുന്നത്. നമ്മള് തൃശ്ശൂര്, നെല്ലങ്കര, മണ്ണുത്തി, പറവട്ടാനി ആ രീതിയിൽ നമ്മുടെ വർക്ക്ഷോപ്പിന് ചുറ്റിപ്പറ്റിയുള്ള ആ സ്ഥലങ്ങളിലും, എന്റെ വീട് താണിക്കോടാണ്, ആ താണിക്കോടം ഭാഗത്തും നമ്മള് ജീവകാരുണ്യ പ്രവർത്തനത്തില് മുൻപന്തിയിലാണ് നമ്മളിപ്പോ ഞാൻ നിൽക്കുന്നത്. നമുക്ക് അതിനുള്ള കൂട്ടായിട്ടുള്ള ആളുകളും ഉണ്ട്. ഫാമിലി, വൈഫ്, 2 മക്കള്. മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞു, മരുമകനുണ്ട് അഭിഷേക്. മകനും ബാങ്കിലാണ്. താഴെയുള്ള മകളും ഇപ്പൊ ബാങ്കിലാണ്. അവള് MBA ചെയ്യുന്നു.
വൈഫ് എനിക്കൊരു ശ്രീദുർഗ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെല്ലങ്കര തന്നെ ഒരു പലചരക്ക് പച്ചക്കറി സ്റ്റേഷനറിയോട് കൂടിയിട്ട് ഒരു കടയുണ്ട്. വൈഫാണ് ആ കടയിൽ നോക്കുന്നത്. ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ 20 പേരാണ് നമ്മുടെ സ്റ്റാഫുകൾ ഉള്ളത്. അത് നമ്മള് 200 പേരിലേക്ക് എത്തിക്കണം. അപ്പൊ അതിന് വേണ്ട ബിസിനസ്സുകൾ നമ്മൾ മാറ്റി നോക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ചെറിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമ്മളൊരു 20 സ്റ്റാഫുകൾ എന്നുള്ളത് 200 സ്റ്റാഫുകളിലേക്ക് നമുക്ക് എത്തണം. നമുക്ക് നമ്മുടെ 10 പേർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. അതിന് നമ്മള് ഈ വർക്ക് നമുക്ക് ഇപ്പൊ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വർക്കുകൾ ഉണ്ട്. വർക്കുകൾ കൂടുന്തോറും നമ്മൾ വേറൊരു മേഖലയിലേക്ക് കടന്നു പോവാണ്. അത് നമ്മുടെ സ്റ്റാഫിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു സംഭവമാണ്. ഹോബി എന്ന് പറഞ്ഞാൽ ഞാന് മേളം പറമേക്കാവ് ദേശത്തിലെ മേളം പഠിച്ചിട്ടുള്ളതാണ്. അവിടെ അരങ്ങേറ്റം കഴിഞ്ഞു. മേളത്തിന് പോവാറുണ്ട്. അതിനുശേഷം ഞാനിപ്പോ കുറാങ്കുഴല് മേളത്തിന്റെ ഒരു പ്രധാന വാദ്യത്തിൽ പെട്ടതാണ് കുറാങ്കുഴല്. അത് നമ്മുടെ ആശാൻ അജി പട്ടിക്കാട് ആളുടെ വീട്. അജി പട്ടിക്കാട് എന്ന് പറഞ്ഞ ആളുടെ ശിക്ഷണത്തിലാണ് നമ്മൾ കുറാങ്കുഴല് പഠിച്ചത്. മേളം പഠിച്ചത് പാറയമേക്കാവ് അനീഷ് തിരുമേനി, അജീഷ് തിരുമേനി, കലാമണ്ഡലം ശിവദാസൻ. അവരാണ് നമ്മുടെ ഗുരുക്കള് മേളത്തിന്റെ. ഈ കുറാങ്കുഴല് പഠിച്ചത് അജി പട്ടിക്കാട്. അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിലാണ് ഞാനൊരു 3 കൊല്ലമായിട്ട് ഇരുവരും പൂരങ്ങൾക്ക് എല്ലാത്തിനും ഞാൻ പോവാറുണ്ട്. അനിയന്മാരെ കിഴക്കൂട്ട അനിയന്മാരുടെ മേളായാലും കുട്ടന്മാരുടെ മേളായാലും സതീശന്മാരുടെ മേളായാലും ഞാൻ ഒരുപാട് മേളത്തിനും വലിയ പൂരങ്ങൾക്കും പോകാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ഈ ബിസിനസ് മാറ്റി വെച്ചിട്ട് അതിൽ ആ സമയം കണ്ടെത്തി ഞാൻ മേളത്തിന് പോകും. അതാണ് എന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി. പുതിയ തലമുറയിലേക്ക് വരുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, കൂടുതലും നമ്മൾ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾ കളവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാക്ക് ഞാൻ പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യണം. ആ സത്യസന്ധതയോട് കൂടിയിട്ട് തന്നെ നമ്മൾ പറഞ്ഞ വാക്കുകൾ പാലിപ്പിക്കണം. നമ്മൾ ഇത്ര ഗേജ് പൈപ്പ് ഇടുന്നു, ഇത്ര ഗേജിന്റെ ഷീറ്റ് ഇടുന്നു, ഇത്ര ഗേജിന്റെ സ്ക്വയർ പാത്തി, അങ്ങനെയുള്ള നമ്മളെ സംഭവങ്ങൾ പറയുന്നത് അതിൽ മാറ്റം വരുത്തിയിട്ട് കസ്റ്റമർക്ക് അറിയാത്ത കസ്റ്റമറുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ മാറ്റം വരുത്തിയിട്ട് ചെയ്യരുത്. നമ്മൾ പറഞ്ഞ ആ വാക്കുകൾ സത്യസന്ധതയോട് കൂടിയിട്ട് വർക്ക് ചെയ്യാനായിട്ട് തുനിഞ്ഞാൽ ഈ ഫീൽഡ് നല്ലൊരു ഫീൽഡാണ്. അവർക്ക് നല്ല ഗുണം കിട്ടുന്ന ഫീൽഡായിട്ട് മാറും. അതിൽ യാതൊരു തർക്കമില്ല. അതേപോലെ തന്നെ വർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് വരുന്ന സംഭവം, നമ്മളിപ്പോ കുറെ നാളുകളായിട്ട് പല ഈ പുതിയ തലമുറ പുതിയ ആളുകൾ വരുന്ന ആളുകളോട് കണ്ടുവരുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ചിലപ്പോൾ 1 ലക്ഷം രൂപ വരെ വർക്കാവും, ചിലപ്പോൾ 2 ലക്ഷം രൂപ വരെ വർക്കാവും. ഈ വർക്കിന് അഡ്വാൻസ് നമ്മളെ വിശ്വസിച്ചിട്ട് അവർ ആ വീട്ടുകാര് 2 ലക്ഷത്തിന്റെ വർക്ക് 50,000 25,000 30,000 നമ്മൾക്ക് തന്നു കഴിഞ്ഞാൽ ആ പൈസ മേടിച്ചു കൊണ്ടുപോയിട്ട് നാളുകൾ പിടിക്കുക. അത് പിന്നെ ആ കാശ് റോൾ ചെയ്തിട്ട് പിന്നെ ഇവർക്ക് മെറ്റീരിയൽ ഇറക്കാൻ പറ്റാത്ത സാഹചര്യം വരിക. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും ചെയ്യരുത്. ആ പൈസ ആ വീടിന്റെ പണിക്കായിട്ട് തന്നെ ഉപയോഗിക്കണം. അതിൽ കിട്ടുന്ന ലാഭമോ നഷ്ടമോ അവർ സഹിച്ചോട്ടെ. അടുത്ത വീടുണ്ടെങ്കിൽ ആ അടുത്ത വീടിന്റെ വർക്കിന്റെ അഡ്വാൻസ് മേടിക്കുക, മുഴുവൻ പൈസ മേടിക്കുക, പണിയുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. അത് ഈ ഫീൽഡിൽ കുറച്ച് കൂടുതലാണ്. ഈ ഫീൽഡിലല്ല, മറ്റു പല ഫീൽഡിൽ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആ രീതി മുന്നോട്ട് അങ്ങനെ ഒരു രീതിയിൽ പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ടൈൽ ഷീറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മള് ഈ GP ഷീറ്റ് മാത്രമല്ല, GA ഷീറ്റ് മാത്രമല്ല, നമ്മൾ ടൈൽ ഷീറ്റ് ചെയ്യുന്നുണ്ട്. അത് ഓരോ ക്ലയന്റിന്റെ ആവശ്യപ്രകാരമാണ് ചെയ്യുന്നത്. അവർക്ക് ഇന്ന സാധനം വേണം. അതിനൊക്കെ റേറ്റുകൾക്കും വർക്കിന്റെ സമയത്തിനൊക്കെ വ്യത്യാസങ്ങളുണ്ട്. കൂളിങ്ങിന് വരുന്ന ഷീറ്റിന് ഒരു 160 രൂപ, 170 രൂപ, 200 രൂപയൊക്കെ വരുന്ന സ്ക്വയർ ഫീറ്റിന് വരുന്ന ഷീറ്റുകളുണ്ട്. അതൊക്കെ വരുമ്പോ ഇപ്പൊ ഈ കാണുന്ന ഈ ഭാഗമൊക്കെ ചെയ്ത് വരുമ്പോ നമുക്കൊരു 6 ലക്ഷം രൂപ 7 ലക്ഷം രൂപ വരെ അടിക്ക് വരിക കൂൾ ഷീറ്റ് ചെയ്യുമ്പോൾ. അതിന് ആ അടിക്കുന്ന ഈ പർലിംഗ് എന്നാണ് അതിനെ പറയുക. ആ പർലിങ്ങിനും അതിനുള്ള മെറ്റീരിയൽ അടുപ്പിച്ചിടണം. അതിന് കുറെ പണികൾക്ക് തന്നെ വ്യത്യാസങ്ങളുണ്ട്. അതിന്റെ പണിക്ക് വ്യത്യാസമുണ്ട്. ആ ഷീറ്റിന് വില കൂടുതലാണ്. അങ്ങനെ കുറെ പരിപാടികളുണ്ട്. സുധീഷ് KS, ശ്രീദുർഗ എഞ്ചിനീയറിംഗ് വർക്ക്സ്, PO നെട്ടിശ്ശേരി, നെല്ലങ്കര, തൃശ്ശൂര്.